ഡിന്നി, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടി നമ്മളൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഡിന്നി, ഇപ്പോൾ താങ്കൾക്കും കൂടി ഏകദേശം മനസ്സിലായി കാണുമല്ലോ ആ ഒരു ടെറൈൻ, ആ അപകടശേഷം നമ്മൾ ആ ഭൂപ്രകൃതി മുഴുവൻ കരയിൽ നമ്മൾ ഏകദേശം മുഴുവൻ ഭാഗവും അരിച്ചു പിറക്കുന്നു. ഇപ്പോൾ കാലതാമസം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, സമയം പോയിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഇതാ ഈ കരയിൽ നിർത്തിക്കൊണ്ട് 40 മീറ്ററോളം ഉള്ള പരിധിയിലേക്കാണ് ഈ റഡാറിൻ്റെ സിഗ്നൽ പോകുന്നത്. ഈ അത്യാധുനിക വാഹനം എത്തിക്കുമ്പോൾ, എക്സ്കവേറ്റർ എത്തിക്കുമ്പോൾ 60 അടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മീറ്ററിൻ്റെയൊക്കെ തന്നെ വ്യത്യാസം താങ്കൾക്ക് മനസ്സിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ പ്രവൃത്തിയും നടക്കുന്നത്. എന്ത് ഡെവലപ്മെൻ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, പരിമിതികൾ, അതിൻ്റെ ന്യൂനതകൾ ഒക്കെയും ഒന്ന് വിവരിച്ചാൽ ശ്രീ ഡിന്നി. തീർച്ചയായിട്ടും ശ്രീ പ്രജീഷ്, നമ്മൾ മനസ്സിലാക്കാനുള്ള ഇന്നലെ ഏകദേശം ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് കരയിൽ ഇനി വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലിന് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എഗ്രി ചെയ്ത ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ബൂം എക്സ്കവേറ്റർ വരികയും, കാരണം അവിടെ നിന്ന് നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ ഈ കരഭാഗത്ത് നിന്ന് ഏകദേശം പുഴയുടെ മധ്യഭാഗത്തായിട്ട് ഒരു തുരുത്ത് ഫോം ആയിട്ടുണ്ട്. അപ്പൊ അതിനെ അവിടെ നമുക്ക് കുറച്ചെങ്കിലും നോക്കണമെങ്കിൽ, പ്രത്യേകിച്ച് കരയുടെ ആ തീരത്ത് നോക്കണമെങ്കിൽ നല്ല ഒരു റീച്ച് വേണം. അപ്പൊ അങ്ങനത്തെ റീച്ച് ഉള്ള ഒരു എക്സ്കവേറ്റർ ആണ് ഈ ബൂം എക്സ്കവേറ്റർ. അതായത് ഇപ്പൊ തന്നെ നമ്മൾ വിഷ്വൽസിൽ കണ്ടത്, മുകളിൽ നിന്നിട്ട് താഴോട്ട് മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഹൈറ്റ് തന്നെ ഏകദേശം ഒരു 15 അടിയോളം ഉണ്ടെന്നാണ് ഇവിടുന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു 20 അടിയും കൂടെ അതിന്റെ താഴോട്ട് നോക്കാനുള്ള ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ട്. അപ്പൊ ഇപ്പം അവർ ചെയ്യുന്ന വെച്ചാൽ ഈ പാച്ചസിൽ എവിടെയെങ്കിലും ഈ ട്രക്ക് ഉണ്ടോ എന്നുള്ള ഒരു ശ്രമം നോക്കാനുള്ള ഒരു ദൗത്യത്തിലാണ് ഇന്ന്. കാരണം ഇന്നലെ വൈകിട്ടും സിഗ്നൽ കിട്ടിയത് ഈ ഒരു ഏരിയയിലാണ്. ബിക്കോസ് അവസാനം ഇവിടെ ഈ ഒരു ഏരിയ കൂടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ പൂർണ്ണമായിട്ട് പുഴയിലേക്ക് മാത്രം ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ആ ബൂം എക്സ്കവേറ്ററിൽ വൈകിട്ട് വരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്ലാരിറ്റി ഈ ഭാഗത്തുള്ളത് നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഥവാ അത് കിട്ടിയില്ലെങ്കിൽ നാളെ മേജർ ജനറൽ ഇന്ദ്രപാലൻ സാർ വരുന്നതും ഇന്ന് വൈകിട്ട് അദ്ദേഹം ഇന്ന് വൈകിട്ടെത്തി അദ്ദേഹത്തിന്റെ ആ എക്വിപ്മെന്റ് വെച്ച്, അത് ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുവരെ. അത് വെച്ചിട്ട് എനിക്കൊന്ന് കുറച്ചും കൂടെ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. പക്ഷെ അവിടെയും അദ്ദേഹം ഒരു കാര്യം ഇന്ന് ഞാൻ പറയുന്നത് കേട്ടത്, അതായത് കൃത്യമായിട്ട് ഒരു ബ്രീഫിംഗ് അദ്ദേഹത്തിന് അവിടെ ആവശ്യമുണ്ട്. അതായത് എവിടുന്ന് തുടങ്ങണമെന്നുള്ളത്, ഇവിടുന്ന് കൃത്യമായിട്ട് തുടങ്ങിയില്ലെങ്കിൽ അതിന്റെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്, അതായത് കുറച്ചുകൂടെ സമയമെടുക്കും. കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് അവിടെ ഓൺ ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഐ എം ഷുവർ അവിടെയുള്ള ആളുകൾ കൊടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവർ ഇത്രയും ദിവസമായിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ലൊരു ധാരണ ഇപ്പം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് ബൂം എക്സ്കവേറ്ററിലൂടെ എന്തെങ്കിലും നമുക്കൊരു എവിഡൻസ് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നാളെ ആകുമ്പോഴത്തേക്ക് ആ ലേറ്റസ്റ്റ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്വിപ്മെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്, എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ വിഷ്ണുവിനെ കുറിച്ച് അർജുനെ കുറിച്ചുള്ള തീർച്ചയായിട്ടും ഒരു ഫൈനാലിറ്റി, അതായത് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആ ഒരു എല്ലാവരുടെയും ആകാംക്ഷ എനിക്ക് നമുക്ക് നാളെ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു കാര്യം കൂടി, കാരണം നമ്മൾ ഇത്രയും ദിവസമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എത്രയോ ദിവസം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പല രീതിയിൽ നമ്മൾ പരിശോധനയൊക്കെ തന്നെ അവിടുത്തെ സംവിധാനങ്ങൾ, പരിമിതികളൊക്കെ അറിയാമായിരുന്നുള്ളല്ലോ ആദ്യ ദിവസങ്ങളിൽ. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും പ്രകൃതിയുടെ ആ ഒരു പ്രതികൂലാവസ്ഥ, പിന്നീട് കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ നടത്തിയ പരിശോധനകളൊക്കെ ഓരോ ഘട്ടങ്ങളിൽ വലിയ കാലതാമസമൊക്കെ എടുത്ത് കൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോയത്. പക്ഷേ ഒരു കാര്യം, ഈ നദിയിലേക്കുള്ള അല്ലെങ്കിൽ അന്ന് ഒരു സിഗ്നൽ, ഈ GPS-ൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് GPS-ൻ്റെ സിഗ്നൽ ലഭിക്കുന്നു എന്ന് പറയുന്നു. ഡ്രൈവർ തന്നെയാണ് ഇക്കാര്യം അറിയിക്കുന്നത്. അങ്ങനെയൊക്കെ ചില സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടോ? കാരണം 9 ദിവസം കഴിഞ്ഞു, ആ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സമയം നഷ്ടപ്പെട്ടു എന്നതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ആദ്യത്തെ 2 ദിവസം അതൊരു ലാക്ക് ഓഫ് കോർഡിനേഷൻ കാരണം അവർക്ക് ലോസ് ആയി. അവരൊന്നും ചെയ്തില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, കാരണം അവരുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്ത് കാണും. പക്ഷെ ഇങ്ങനത്തെ ഒരു ആപത്ത് സേവയ്ക്ക് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ആ രീതിയിലുള്ള ഒരു നടപടി മാത്രം പോരാ, അതിനപ്പുറം ഒരു ലെവലുണ്ട്. അതിനാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ ആ 2 ദിവസത്തിന്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴും പറയും. അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ ഈ കോർഡിനേഷൻ ഇഷ്യൂവിൽ വന്ന ഒരു പ്രശ്നമാണ് ഈ പലരും പല ഇൻപുട്സ് കൊടുത്ത് അപ്പൊ അതനുസരിച്ച് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നീങ്ങാൻ തുടങ്ങിയത്.
അത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഈ GPS, വണ്ടിയുടെ GPS കിട്ടി, അല്ലെങ്കിൽ വണ്ടി ഓണായെന്ന് പറഞ്ഞു, പിന്നീട് അത് പറഞ്ഞു ഇല്ല, അതെല്ലാം സെർച്ച് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് എനിക്കൊന്ന് ഇന്നലെയൊക്കെയാണ് ഫൈനലി അത് പറഞ്ഞതില്ല, വണ്ടി ഓൺ അല്ലായിരുന്നു, അത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുറെ മിസ്ഇൻഫോർമേഷനും ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ ഫോണിന്റെ അതായത് കേരള ഡിനി നോക്കൂ, നമ്മൾ തുടക്കത്തിൽ മുതൽ, കാരണം ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലീസ് ആ കേസെടുക്കാൻ ഒരു പക്ഷേ വൈകുന്നു, FIR ഇടാൻ വൈകുന്നു, അല്ലെ കേസെടുക്കാൻ വൈകുന്നു, പിന്നീട് അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധ ചെലുത്തുന്ന പോലും ഒരു ദുരന്തമാണ്, ഒരു ഡിസാസ്റ്റർ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. നമുക്കിത് എക്കാലവും ഇത് പാഠമാകേണ്ട ഒരു വസ്തുതയായി മാറുകയാണ്. പിന്നീട് ഈ റഡാർ സംവിധാനം വരുന്നത് എപ്പോഴാണ്? അതും അവിടെയും ചുവപ്പ് നാട് നമ്മൾ ഒരു അനുമതിക്കായി കാത്തു നിൽക്കുന്നു. പിന്നീട് നാവികസേന വരുന്നത് പോലും ഗോവയിൽ നിന്നുള്ള അനുമതി തേടിയ ശേഷം പിന്നീട് അതിൻ്റെ കാലതാമസം ഉണ്ടാകുന്നു. പിന്നെ അടുത്ത ഘട്ടം ഈ റഡാർ സംവിധാനം സിഗ്നൽ അവിടേക്ക് മണ്ണ് മാറ്റുന്നതിനായി ഉണ്ടായിട്ടുള്ള കാലതാമസം, പിന്നീട് കരസേന അവിടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം, ഇതെല്ലാം ഒരു നൂലാമാല ചുവപ്പ് നാട അയക്കുന്നത് പോലെ. അപ്പോൾ ഇതൊരു ഡിസാസ്റ്ററിന് ഇത് എത്രത്തോളം ഒരു ഗുണകരമാണ്, ഈ ആ പേര് പോലും ഒരു പക്ഷേ ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് കൈകാര്യം ചെയ്യപ്പെട്ട ഒരു കോർഡിനേഷൻ. കാരണം താങ്കൾ പറഞ്ഞതുപോലെ മിസ്ഇൻഫർമേഷൻസ് ഒരുപാടുണ്ടായിരുന്നു, പലരും പല രീതിയിൽ പറയുന്നു, കളക്ടർ എന്ന് പറയുന്നു, ഈ അവിടേക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡ്രൈവർ പറയുന്നത് മറ്റൊരു കാര്യം, അങ്ങനെ ഒരുപാട് ഈ മിസ്ഇൻഫർമേഷൻ്റെ ഒരു മാല പോലെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പാഠമാകേണ്ട വസ്തുതകൾ അത് ഏതൊക്കെ രീതിയിൽ നിഴലിക്കുന്നുണ്ട് ശ്രീ ഡെന്നി? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം തന്നെ ഏറ്റവും ആദ്യം പ്രവർത്തിക്കുന്നുള്ള ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആണ്. അതിന്റെ ഡിസ്ട്രിക്ട് കളക്ടർ തന്നെയാണ് അതിന്റെ അവരുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ DDAയുടെ ഹെഡായിട്ട് അവർ തന്നെയാണ് ആദ്യം റിയാക്ട് ചെയ്യേണ്ടത്. അവരുടെ അണ്ടറിൽ പോലീസും ഫയർഫോഴ്സും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം ആ സിസ്റ്റം അത് ഫസ്റ്റ് പ്രവർത്തിച്ച ശരിയല്ലെങ്കിൽ അത് പിന്നെ ബാക്കിയുള്ള എല്ലാം കാസ്കേഡിങ് എഫക്ട് എന്ന് പറയുന്ന പോലെ ഓരോന്നോരോന്നായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെ എന്ത് പറ്റി വെച്ചാൽ അവിടെ കോർഡിനേഷൻ ഇഷ്യൂ ആദ്യത്തെ 2 ദിവസം പ്രശ്നം പറ്റി. അപ്പോൾ ഒരു ലീഡർഷിപ്പ് വാക്യൂം വന്നു. അതായത് ആരാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അറിയത്തില്ല. അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. ചിലപ്പോൾ കളക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ചിലപ്പോൾ SP പറയുന്നത്. നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം അത് SPയുടെ DYSPയുടെ ഒക്കെ കുറെ കണ്ടു. അവർ റോഡ് ക്ലിയറൻസ് മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു. അതിനിടയ്ക്ക് MLA വന്നു, പിന്നെ മന്ത്രി വന്നു, അങ്ങനെ. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു ലീഡർഷിപ്പ് റോളിൽ ആരും നമ്മൾക്ക് വിസിബിൾ അല്ലായിരുന്നു. ആരും നമുക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അത് അവർ സ്വീകരിക്കാനുള്ള ഒരു രീതിയിലേക്ക് പോയി. കേരളത്തിൽ നിന്ന് പ്രശ്നം വന്നപ്പോൾ അത് അവർ എടുത്തു. അങ്ങനെ അല്ലായിരുന്നു വേണ്ടുള്ളത്. അതായത് അവർ ഒരു ടീമായിട്ട് നിശ്ചയിക്കുക, ഇതാണ് സംഭവിച്ചത്, ഇതാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല. ഇന്ന അതായത് ഒരു ഏരിയ, അത്രയും ഏരിയ ഉണ്ട്. ആ ഏരിയ അവർ സോണായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏത് സോണാണ് പ്രയോറിറ്റി 1 അത് അവർ ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടാണ് അതിന്റെ പ്രയോറിറ്റി 1 കൊടുക്കുന്നത്? അത് ചിലപ്പം മലയുടെ ഇപ്പുറത്തെ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം റോഡിന്റെ മറുവശത്തായിരിക്കും, കരയുടെ തീരത്തായിരിക്കും, അല്ലെങ്കിൽ പുഴയായിരിക്കും, എങ്ങനെ വേണമെന്നായിരിക്കും. അത് അവരുടെ അവർ ഇരുന്ന് തീരുമാനം എടുത്ത ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് വേണമായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരിക്കാൻ. അത് നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല. അവർ ചിലപ്പോൾ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഇവിടെ നമുക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് ഒരിക്കലും അത് അങ്ങനെ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. കാരണം അങ്ങ് പറഞ്ഞ പോലെ ആദ്യം 4 ദിവസം ഒന്നും സംഭവിച്ചില്ല. 5-ാം ദിവസമാണ് ആർമിയെ വിളിച്ചത്. ആർമി വിളിച്ചത് തന്നെ അവിടെ ബോഡീസ് റിട്രീവ് ചെയ്യാനാണ്. പിന്നീട് ആർമിക്കാർക്ക് മനസ്സിലായ, അതായത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ വേണം. പിന്നീട് ഇപ്പം ഇന്നത്തെ 9-ാം ദിവസമാണ് ബൂം എക്സ്കവേറ്റർ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോർഡിനേഷൻ ഇഷ്യൂസ് നമുക്ക് ഇപ്പോഴും വിസിബിൾ ആണ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിച്ചോളം ഇങ്ങനല്ല ചില കാര്യങ്ങൾ ചെയ്യാൻ അതിന് വ്യക്തമായിട്ടുള്ള SOP ഉണ്ട്. ഇതൊന്നും നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമല്ല. അതിന്റെ SOP അവിടെ ആ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസിലും സ്റ്റേറ്റ് ഓഫീസിലും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ SOP പ്രകാരം ഒരു ദുരന്തം സംഭവിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടുള്ളത് അതിന്റെ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് നമുക്ക് ആ ഗ്രൗണ്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് ഞാൻ താങ്കളിലേക്ക്